ഹായ്, SL ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ പാർട്ട്ണറെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ചെയ്യുക എന്നുള്ളതല്ല, എന്നാലും അവരുടെ കുറെ കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറയാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പുരുഷന്മാരെ തുറന്ന് പറയാതെ, അതായത് അവർ നിങ്ങളോട് പറയാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതവർ നിങ്ങളോട് പറയില്ല, നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ നോക്കുന്നുണ്ട് എന്നൊന്നും അവർ പറയുണ്ടാവില്ല. പക്ഷേ എന്നാലും അവർ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പം അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. അപ്പം എന്തൊക്കെയായിരിക്കും അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബഹുമാനത്തോടെ നിങ്ങൾ പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ്. ബഹുമാനത്തോടെ പെരുമാറുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരോട് എത്രത്തോളം ബഹുമാനത്തോടെ നിങ്ങൾ പെരുമാറുന്നു എന്നുള്ളത്. ഇതിന് പുരുഷന്മാർ വളരെയധികം പ്രാധാന്യം നൽകാറുണ്ട്. നമ്മൾ സ്ത്രീകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് പുരുഷന്മാർ ഇതിന് കുറച്ചധികം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ചുകൂടി നന്നായിട്ട് ബിഹേവ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ചൊന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൽ നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചാൽ നിങ്ങൾ അവരെ കളിയാക്കാതിരിക്കുക, നാണം കെടുത്താതിരിക്കുക, മോശം വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പൊ ബഹുമാനത്തോടെയാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നുള്ളത് അവർ നോക്കും. അവരോട് മാത്രമല്ല, എല്ലാവരോടും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അവർ നോക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാനുള്ള കഴിവ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടിരിക്കുന്നുണ്ടോ, അതോ പെട്ടെന്ന് നിങ്ങൾ, അതായത് അവർ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ നിങ്ങൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാണോ എന്നുള്ളത് അവർ നോക്കും. അവരെ വിമർശിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല. നമ്മൾ ലേഡീസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടാവും. നമ്മൾ അതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെക്കും. ആൾ വന്നിട്ട് വേണം പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ വേണം സംസാരിക്കാൻ, കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ വെക്കാറുണ്ട്. എന്നിട്ട് എല്ലാ പാടും അങ്ങോട്ട് കൊട്ടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അവർക്ക് പക്ഷേ അത്രയും കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളോട് അവർ തുറന്ന് പറയുന്നത് തന്നെ നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങൾക്ക് തരുന്ന ഒരു പ്രയോറിറ്റിയും കൊണ്ടാണ്. അപ്പൊ അവരത് പറയുന്ന സമയത്ത് നിങ്ങളത് കേട്ടിരിക്കുന്നില്ലെങ്കിൽ പിന്നീട് അവർ നിങ്ങളടുത്ത് ഒരു കാര്യം പറയില്ല. അപ്പൊ നിങ്ങളത് കേട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യം മുഴുവനായിട്ടും കേൾക്കാതെ, മനസ്സിലാക്കാതെ അവരെ വിമർശിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങളോട് ഒരു ചെറിയ നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന വിഷയം നിങ്ങൾക്ക് ചെവി കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നു എന്നുള്ളത് അവർ നോക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അതായത് ഫുഡ് കഴിച്ചോ, സുഖമാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ രീതിയിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്ന കരുതൽ അത് അവർ വളരെയധികം നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതൊക്കെ, കാരണം അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറൊന്നും ഉണ്ടാവില്ല. പുരുഷന്മാർ പൊതുവെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് പുറകിലാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളുടെ അടുത്ത് ഇങ്ങനെ നീ കഴിച്ചോ, എന്താ കാട്ടണേന്നൊന്നും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ അവർക്ക് വാത്സല്യം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വാത്സല്യം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കെയർ ചെയ്യുക, ആ ഒരു കാര്യം അവർ വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട് പുരുഷന്മാർ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അവരെ ഇങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളത് അവർ നോക്കും. എന്ന് കരുതി 24 മണിക്കൂറും ചോദിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും അവർ വിചാരിക്കില്ല. അത് ശല്യമായിട്ട് തോന്നുള്ളൂ. എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാം. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള കെയറിങ് അത് അവർക്ക് ഇഷ്ടവുമാണ്, അത് അവർ ശ്രദ്ധിക്കാറുമുണ്ട്. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നു, എത്ര നന്നായിട്ട് നമുക്ക് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതേപോലെ ദേഷ്യം വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവരോട് പെട്ടെന്ന് ഇങ്ങനെ ചാടിക്കറി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണോ, അതല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ കഴിവുള്ളവളാണോ എന്നുള്ളതൊക്കെ അവർ നോക്കും. നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അതും എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഫീലിങ്സ് ഒക്കെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യം അവർ നോക്കാറുണ്ട്. ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ത്രീകളെ പൊതുവെ പുരുഷന്മാർക്ക് ഇഷ്ടമല്ല. എല്ലാം ഒതുക്കി തീർക്കുന്നവരെയാണ്
എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പം മുതലേ അങ്ങനെ ആയിരിക്കാം, പക്ഷെ ആ ഒരു സ്വഭാവം അങ്ങനെയാണെങ്കിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്തതയാണ്. നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം ഒരുപോലെയാണോ എന്നുള്ളത്, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്നുള്ളത് അവർ നോക്കാറുണ്ട്. അതായത് നിങ്ങൾ കള്ളം പറയുന്ന ഒരാളാണോ എന്നുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യം അത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ സ്ത്രീകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം വിശ്വസിച്ചിട്ട് അത് ശരിയല്ല തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊരു വിഷമം വന്നു കഴിഞ്ഞാലും അവർ സംസാരിച്ച് കഴിയുമ്പോൾ കുറേ പേര് ഓക്കെ ആവാറുണ്ട്. അതങ്ങനെ ശരി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മളത് മറന്നു കളയും. പക്ഷെ പുരുഷന്മാരങ്ങനെയല്ല. ഈ ഒരു വിശ്വാസമൊക്കെ നഷ്ടമായി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ കുറച്ച് പ്രയാസമാണ് അവരുടെ കാര്യത്തിൽ, കുറച്ച് കൂടുതൽ, സ്ത്രീകളെക്കാൾ കുറച്ച് കൂടുതൽ. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് എല്ലാ പുരുഷന്മാരും നോക്കുന്ന കാര്യമാണ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണോ സത്യമാണോ, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ഒത്തുപോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കാറുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർ നോക്കുന്ന കാര്യം. അതായത് ഇപ്പോൾ പൊതുവേ നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്മാർ പൊതുവെ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതേപോലെ തന്നെ അവരിഷ്ടപ്പെടുന്ന സ്ത്രീകളും കുറച്ച് കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അതേപോലെ നിങ്ങൾ സംസാരിക്കുന്ന രീതി, ഇതിലൂടെയൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടുതലാണെങ്കിൽ അതവർക്ക് ഇഷ്ടമാണ്. അവർ നിങ്ങളടുത്ത് പറയാതെ നോക്കുന്നൊരു കാര്യമാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പുരുഷന്മാർ നമ്മളോട് തുറന്നു പറയാതെ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതും ഇനിയും അറിയാത്ത സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് മനസ്സിലാക്കാൻ നോക്കുക. കാരണം അവരിത് നമ്മുടെ അടുത്ത് തുറന്നു പറയുമൊന്നുമില്ല. നീ എങ്ങനെ പെരുമാറുന്നു നോക്കാൻ പോവുകയാണ്, ഞാൻ അത് ശ്രദ്ധിക്കുകയായിരുന്നു ഇതൊന്നും അവർ പറയില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരിതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ വേണമെന്ന് തോന്നുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.